നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ 10 പേർക്ക് കോവിഡ് ഭേദമായി. ചെന്നൈയിൽ നിന്ന് വന്നയാൾക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചതെന്നും ഇദ്ദേഹം വൃക്കരോഗിയെന്നും മുഖ്യമന്ത്രി. ഇന്നത്തെ പരിശോധനാ ഫലം ഒരാളാണ് പോസിറ്റീവ്, 10 പേർക്ക് നെഗറ്റീവാണ്. പോസിറ്റീവായത് എറണാകുളത്താണ്. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് വന്നതാണ്. വൃക്കരോഗി കൂടിയാണ്. കണ്ണൂർ ജില്ലയിൽ 10 പേരുടെ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് നിലവിൽ കോവിഡ് നിരീക്ഷണത്തിലുള്ളത് 20,157 പേർ. ഇതിൽ 19,810 പേർ വീടുകളിൽ. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 127 പേരെ. രാജ്യത്ത് ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ചിട്ട് ഇന്ന് 100 ദിവസം. കേരളത്തിലാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. 100 ദിവസം പിന്നിടുമ്പോൾ രോഗസൌഖ്യത്തിന്റെ നിരക്ക് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച നിലയിലെന്ന് മുഖ്യമന്ത്രി. മൂന്നാം വരവ് ഉണ്ടാകാതെ നോക്കുകയാണ് ലക്ഷ്യമെന്നും പിണറായി വിജയൻ. ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ്-19 സ്ഥിരീകരിച്ചിട്ട് ഇന്നേക്ക് 100 ദിവസമാവുകയാണ്. ആ തുടക്കഘട്ടത്തിൽ തന്നെ മറ്റുള്ളവരിലേക്ക് രോഗം പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചു. മാർച്ച് ആദ്യവാരമാണ് കേരളത്തിൽ കോവിഡിൻ്റെ രണ്ടാമത്തെ വരവുണ്ടാകുന്നത്. 2 മാസങ്ങൾക്കിപ്പുറം ആ രോഗത്തിൻ്റെ ഗ്രാഫ് സമനിലയിലാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഒരു മൂന്നാം വരവ് ഉണ്ടാകാതെ നോക്കാൻ എല്ലാം ചെയ്യുകയാണ്. ഉണ്ടായാൽ തന്നെ അതിനെ നേരിടാനും അതിജീവിക്കാനും എല്ലാ അർത്ഥത്തിലും നാം സജ്ജമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന മാതൃകാപരമായ സഹകരണം പൊതുസമൂഹത്തിൽ നിന്ന് വർദ്ധിച്ച തോതിൽ ഉണ്ടാകേണ്ട ഘട്ടമാണിത്. നമ്മുടെ സംസ്ഥാനം വൈറസ് വ്യാപനത്തെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ തോതിൽ വിജയിച്ചു എന്നതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാനില്ല എന്നതിൻ്റെ സൂചനയായിട്ട് അതെടുക്കരുത്. ഇനിയുള്ള നാളുകൾ പ്രധാനമാണ്. ഇനിയുള്ള നാളുകളിലാണ് കൂടുതൽ കരുത്തോടെയും ഐക്യത്തോടെയും നാം ഇടപെടേണ്ടത്. ഞായറാഴ്ചത്തെ സമ്പൂർണ്ണ ലോക്ഡൌണിൽ ഭക്ഷണശാലകൾക്ക് ഇളവുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. തുടർച്ചയായി പ്രവർത്തിക്കേണ്ട വ്യവസായങ്ങൾക്കും ഇളവ് നൽകും. ചെറിയ യാത്രകൾക്ക് ഓട്ടോറിക്ഷ അനുവദിക്കണമെന്ന് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. സ്വകാര്യ സ്ഥാപന ജീവനക്കാർക്ക് ജില്ല വിട്ട് യാത്ര ചെയ്യാൻ ഒരാഴ്ചത്തെ പാസ് അനുവദിക്കും. ഓൺലൈനായി അപേക്ഷിച്ചാൽ പോലീസ് പാസ് അനുവദിക്കും. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് സാധ്യമായ എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയെന്ന് മുഖ്യമന്ത്രി. ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ അഭിനന്ദനം അറിയിച്ചെന്നും മുഖ്യമന്ത്രി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള പാസ് വിതരണം നിർത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത്. രജിസ്റ്റർ ചെയ്യാതെ വരുന്നവരെ കടത്തിവിടാൻ കഴിയില്ല. വരുന്ന ജില്ലയുടെയും എത്തേണ്ട ജില്ലയുടെയും അനുമതി വാങ്ങി മാത്രമേ യാത്ര അനുവദിക്കൂ എന്നും മുഖ്യമന്ത്രി. ഇതര സംസ്ഥാനങ്ങളിലെ റെഡ് സോണിൽ നിന്ന് വന്നവരെ ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ ക്വാറന്റീനിലേക്ക് മാറ്റുമെന്ന് മുഖ്യമന്ത്രി. 75 വയസ്സ് കഴിഞ്ഞവരും രക്ഷിതാക്കൾക്കുമൊപ്പം വരുന്ന 10 വയസ്സിൽ താഴെയുള്ളവരും വീടുകളിൽ കഴിഞ്ഞാൽ മതി. ഇന്നലെ മാത്രം 3716 പേരെ ക്വാറന്റീനിലേക്ക് മാറ്റിയെന്നും മുഖ്യമന്ത്രി. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ തുടരുമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാർ നോൺ സ്റ്റോപ്പ് ട്രെയിൻ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. അട്ടപ്പാടിയിൽ കോവിഡ് നിരീക്ഷണത്തിലായിരിക്കെ മരിച്ച ആദിവാസി യുവാവിനെ ആശുപത്രിയിലെത്തിച്ചത് ബസ്സിൽ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ മറ്റ് രോഗികൾക്കൊപ്പമാണ് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഗർഭിണികളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 24 പേരാണ് ആരോഗ്യവകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലുണ്ടായിരുന്നത്. ഷോളയൂർ വരകമ്പാടി സ്വദേശി കാർത്തിക്കാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, ഇതുമായി ബന്ധപ്പെട്ട് ചില വീഴ്ചകളുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നതാണ്. ഇപ്പോൾ കോവിഡ് ബാധിതനായിരുന്ന വ്യക്തിയെ ബസ്സിലാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറയുന്നു. കൂടുതൽ പേരിലേക്ക് രോഗം എത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ?
രേണുക, ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നിരീക്ഷണത്തിലുള്ള ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്, അതായത് പെരിന്തൽമണ്ണയിലെ EMS ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഒരു ബസ്സിലായിരുന്നു. അതായത് കോട്ടത്തറ ആശുപത്രിയിൽ നിന്നും ഇത്തരത്തിൽ EMS ആശുപത്രിയിലേക്ക് സഹകരണ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനായാണ് ഈ പദ്ധതി. അതുകൊണ്ട് തന്നെ അവിടെ ബസ്സിലും മറ്റും, അതായത് ബസ് എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ സജ്ജീകരിച്ചൊരു ബസ്സാണ്. ഇപ്പോൾ ഈ ബസ്സിലാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് എന്നുള്ളതാണ് പറയുന്നത്. 24 പേർ, ഡ്രൈവർ ഉൾപ്പെടെ 24 പേരുണ്ടായിരുന്നു. അതിൽ 18 പേർ ഗർഭിണികളായിരുന്നു. ഇവർ സ്കാനിങ്ങിനും മറ്റുമായാണ് ഇവരെ EMS ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. 2 കുഞ്ഞുങ്ങളും ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ബസ്സിലാണ് ഈ നിരീക്ഷണത്തിലുള്ള കോവിഡ് നിരീക്ഷണത്തിലുള്ള കാർത്തികിനെയും കൊണ്ടുപോയത് എന്നതാണ് ഗുരുതരമായ ഒരു വീഴ്ച. സാധാരണഗതിയിൽ ഇത്തരത്തിൽ കോവിഡ് ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ ഒരു ആംബുലൻസിലോ ആണ് കൊണ്ടുപോകേണ്ടിയിരുന്നത്. അതിന് പകരമാണ് ഈ ബസ്സിൽ കൊണ്ടുപോയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത്, നമ്മൾ ഈ വിഷയമായി ഈ ബസ്സിലുണ്ടായിരുന്ന ഒരു ഗർഭിണിയുടെ ഭർത്താവിനുമായി സംസാരിച്ചിരുന്നു. പെരുമാൾ, ഷോളിയർ സ്വദേശി പെരുമാളുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അതിനുശേഷം, ഇന്നിപ്പോൾ കാർത്തിക് മരിച്ചതിന് ശേഷവും ഇവരോട് ഏതെങ്കിലും തരത്തിൽ നിരീക്ഷണത്തിൽ പോകാനോ ഒന്നും തന്നെ ആരോഗ്യവകുപ്പ് ഇതുവരെയും ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. കാർത്തികിന്റെ മരണം അത് കോവിഡ് ആണ് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. പരിശോധനാ ഫലം ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ലഭിക്കുകയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഈ ബസ്സിൽ യാത്ര ചെയ്ത മുഴുവൻ ആളുകളോടും നിരീക്ഷണത്തിലേക്ക് മാറാൻ നേരിട്ട് തന്നെ ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യവകുപ്പ് അത്തരത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയൊരു വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രസാദ്, ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ്? ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനിയെങ്കിലും ആളുകളെ കണ്ടെത്തി, ഇദ്ദേഹവുമായി അടുത്തിടപഴകേണ്ടി വന്ന വ്യക്തികളെ കണ്ടെത്തി കൂടുതൽ നിരീക്ഷണത്തിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇനിയെങ്കിലും ഉണ്ടോ? ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. രാവിലെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നത് കാർത്തികിന് മറ്റ് രോഗങ്ങളുള്ളതിനാൽ ആ രീതിയിലാണ് പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ബസ്സിൽ കൊണ്ടുപോയത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ കോയമ്പത്തൂർ വന്ന് പോയ ഒരാളെ വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു രോഗമാണ് എങ്കിൽ പോലും ഈ ഒരു കോവിഡ് സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള പരിശോധനകളും അതോടൊപ്പം തന്നെ അത്തരം ജാഗ്രതകളും വേണമായിരുന്നു. ആ ഒരു നീക്കം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അതിനുശേഷം ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ കാർത്തികുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ സ്വയം നിരീക്ഷണത്തിലേക്ക് മാറണം എന്ന് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം നോട്ടീസായി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം ആളുകളൊന്നും അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിലാണുള്ളത്. അവർക്ക് അതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. നമ്മൾ പെരുമാളുമായി സംസാരിച്ചിരുന്നു. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അതൊന്നും പെരുമാൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ മാറി നിൽക്കണം എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് നേരിട്ട് വിളിച്ചു പറയുക തന്നെയാണ് ഉചിതം. പക്ഷെ അത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നെത്തുക 350 പ്രവാസികൾ. പ്രവാസികളുമായി റിയാദിൽ നിന്ന് കരിപ്പൂരിലേക്ക് വിമാനം പുറപ്പെട്ടു. രാത്രി 8:30 വിമാനം കരിപ്പൂരിലിറങ്ങും. വിമാനത്തിലുള്ളത് 149 യാത്രക്കാർ. ബഹ്റൈനിൽ നിന്ന് മലയാളികളെ കൊണ്ടുവരാനുള്ള എയർ ഇന്ത്യ വിമാനം പുറപ്പെട്ടു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ചത് 7-അംഗ സംഘം. മലയാളികളെ തിരിച്ചെത്തിക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്ന് സംഘം ന്യൂസ് 18നോട്. തിരിച്ചെത്തുന്ന പ്രവാസികളെ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം അതത് ജില്ലകളിൽ സർക്കാർ ഒരുക്കുന്ന ക്വാറന്റീൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. ഗർഭിണികളെയും ഒറ്റയ്ക്ക് വരുന്ന കുട്ടികളെയും വീടുകളിൽ എത്തിക്കും. മാലദ്വീപിൽ നിന്ന് പ്രവാസികളുമായി INS ജലാശ്വ ഇന്ന് കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. ഞായറാഴ്ച കപ്പൽ കൊച്ചി തുറമുഖത്തെത്തും. ആദ്യഘട്ടത്തിൽ മടങ്ങിയെത്തുന്നത് 732 പ്രവാസികൾ. ടിക്കറ്റ് നിരക്കായി ഈടാക്കുന്നത് 3028 രൂപ വീതം. സിംഗപ്പൂരിൽ നിന്നുള്ള ആദ്യ വിമാനം ഡൽഹിയിൽ ഇറങ്ങി 12 മണിയോടെ എത്തിയ വിമാനത്തിൽ 234 പേർ. യാത്രക്കാരിൽ 168 വിദ്യാർത്ഥികൾ. പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്ന നടപടിക്രമങ്ങളിൽ ഇപ്പോൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഹൈക്കോടതി. ഇക്കാര്യം സർക്കാരുകൾ തീരുമാനിക്കട്ടെ എന്ന് കോടതി. കേന്ദ്രവും സംസ്ഥാനവും നിർദ്ദേശിക്കുന്നത് വെവ്വേറെ നിരീക്ഷണ കാലയളവെന്ന് ഹർജിക്കാരുടെ വാദം. ഹർജി 12-ാം തീയതി വീണ്ടും പരിഗണിക്കും. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വരുന്നവർക്ക് 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എന്ന ചീഫ് സെക്രട്ടറി. ബാക്കി 7 ദിവസം വീട്ടിൽ ക്വാറന്റൈൻ. അല്ലാത്തവർക്ക് 14 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എന്നും ടോം ജോസ്. ഇതുവരെ ആസൂത്രണം ചെയ്ത രീതിയിൽ തന്നെയാണ് നീങ്ങുന്നതെന്നും ചീഫ് സെക്രട്ടറി. മറ്റന്നാൾ ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്ത് 200 പേർ എത്തും. 7-അംഗ മെഡിക്കൽ സംഘം പ്രവാസികളെ പരിശോധിക്കും. നിരീക്ഷണത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത് 11,000-ലേറെ മുറികൾ.
പ്രവാസികളെ സ്വീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ തലസ്ഥാനം. രോഗലക്ഷണമുള്ളവരെ വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്ന തെർമൽ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സജ്ജമായി. ഇന്നലെ മടങ്ങിയെത്തിയവർ നാടിന്റെ ആശ്വാസ തണലിൽ 361 പേർ സർക്കാർ ഒരുക്കിയ കേന്ദ്രങ്ങളിലും വീടുകളിലും ക്വാറന്റൈനിൽ കഴിയുന്നു. കൊച്ചിയിലും കോഴിക്കോടുമായി എത്തിയവരിൽ 8 പേർ ആശുപത്രികളിലെ ഐസൊലേഷൻ വാർഡുകളിൽ. കേരളത്തിന്റെ നടപടികളെ കേന്ദ്രം അഭിനന്ദിച്ചതായി മന്ത്രി കെ ടി ജലീൽ. കോവിഡ് ബാധിച്ച് തൃശൂർ പാവറട്ടി സ്വദേശി അബുദാബിയിൽ മരിച്ചത് ചെല്ലംകുളത്തിന് സമീപം പാറാട്ടുവീട്ടിൽ ഹുസൈൻ. 45 വയസ്സായിരുന്നു. 14 ദിവസമായി അബുദാബിയിൽ ചികിത്സയിലായിരുന്നു. മുടങ്ങിയ CBSE 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷകൾ ജൂലൈ 1 മുതൽ 15 വരെയാണ് പരീക്ഷ നടക്കുക. अब जो CBSE बोर्ड के जो बचे हुए पेपर हैं, चाहे वो हाई स्कूल के हैं चाहे इंटर के हैं, वो बचे हुए जितने भी प्रश्न पत्र हैं वो 1 तारीख से और 15 जुलाई तक, 1 जुलाई से 15 जुलाई तक ये पेपर आपके होंगे और आपको अच्छा ये अवसर मिलेगा जब आप उसकी अच्छी सी और तैयारी कर सकते हैं. वैसे तो संपूर्ण भारत में जो इंटर के हैं वो मात्र 12 मुख्य विषय हैं. अब जो CBSE बोर्ड के जो बच्चे രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, ജൂലൈയിൽ പരീക്ഷ നടത്തുമെന്നാണ് അറിയിപ്പ് വരുന്നത്. എങ്ങനെ ഈ പരീക്ഷ നടത്തും എന്നതാണ് അറിയിക്കുന്നത്? ഓൺലൈൻ സാധ്യതകളൊക്കെ നേരത്തെ തേടിയിരുന്നതാണ്. വിവരങ്ങൾ എന്താണ്? രാകേഷ് വിവരങ്ങളുമായി ചേരും. മുടങ്ങിയ CBSE 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷകൾ ജൂലൈയിൽ നടക്കും. ജൂലൈ 1 മുതൽ 15 വരെയാണ് പരീക്ഷ നടക്കുക. രാകേഷിലേക്ക് വരാം. മറ്റു വാർത്തകളിലേക്ക്. നീറ്റ് പരീക്ഷ ജൂലൈ 26 നടത്താൻ നിശ്ചയിച്ച സാഹചര്യത്തിൽ GCC രാജ്യങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. പ്രവാസികളായ വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ വലിയ ആശങ്കയിലാണ്. ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും PK കുഞ്ഞാലിക്കുട്ടിയുടെ കത്ത്. ഗർഭിണികൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ഒപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വീടുകളിൽ ക്വാറന്റീൻ അനുവദിച്ച സർക്കാർ. 75 വയസ്സിന് മുകളിലുള്ളവർക്കൊപ്പം വരുന്നവർക്കും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊപ്പം വരുന്ന മാതാപിതാക്കൾക്കും വീടുകളിൽ 14 ദിവസം ക്വാറന്റീനിൽ തുടരാം. ഗർഭിണികൾക്കൊപ്പം വരുന്ന കുട്ടികൾക്കും ഭർത്താവിനും വീട്ടിൽ ക്വാറന്റീൻ തുടരാൻ അനുമതി. തമിഴ്നാട്ടിൽ നിന്ന് അടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ക്വാറന്റീൻ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മതിയായ ക്വാറന്റീൻ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പെയ്ഡ് ക്വാറന്റീൻ ആലോചനയിലുണ്ടെന്നും മന്ത്രി. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. ട്രെയിൻ വഴിയാണ് ഇവരെ നാട്ടിലെത്തിക്കുക. ഡൽഹിയിൽ നിന്നായിരിക്കും കേരളത്തിലേക്കുള്ള ട്രെയിനെന്നും മന്ത്രി. മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളെയും ഡൽഹിയിലെത്തിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരും. തീയതിയിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്ന് മന്ത്രി. കേരളത്തിലെ നോഡൽ സ്റ്റേഷൻ ആലുവയായിരിക്കും. ഐസൊലേഷനിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും VS സുനിൽകുമാർ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മലയാളികൾക്ക് പാസ് നൽകുന്ന നടപടി പുനരാരംഭിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അവർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ സർക്കാർ ഒരുക്കാത്തത് പ്രതിഷേധാർഹമാണ്. നോർക്കയിൽ പേര് രജിസ്റ്റർ ചെയ്ത മുഴുവൻ മലയാളികളെയും ഉടൻ തിരിച്ചെത്തിക്കണം. ചീഫ് സെക്രട്ടറിയോട് ഇക്കാര്യം ഫോണിൽ ആവശ്യപ്പെട്ടെന്നും ചെന്നിത്തല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളെ നാട്ടിലെത്തിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. നാട്ടിലേക്ക് വന്ന് പാതിവഴിയിൽ കുടുങ്ങിയ നിരവധി പേരുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി. രാജസ്ഥാനിൽ കുടുങ്ങിയ 25 മലയാളികൾക്ക് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ നാട്ടിലേക്ക് യാത്രയൊരുക്കി. സംഘടനയ്ക്ക് ലഭിച്ച 200 അപേക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 25 പേരെ കേരളത്തിലേക്ക് ബസ്സിൽ യാത്രയാക്കി. ഇവർ നാളെ സംസ്ഥാനത്തെത്തും. മംഗളൂരുവിൽ അതിഥി തൊഴിലാളികളുടെ വൻ പ്രതിഷേധം. ജന്മനാടുകളിലേക്ക് മടക്കി അയക്കണമെന്നാവശ്യപ്പെട്ട് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ തടിച്ചുകൂടിയത് നിരവധി പേർ. ലോക്ഡൌൺ ലംഘിച്ച് പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്നു. ലോക്ഡൌൺ വിലക്ക് ലംഘിച്ച് ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം നടത്തിയതിന് തൃശൂരിൽ BJP നേതാവ് ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. BJP സംസ്ഥാന സമിതി അംഗം ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. എരുമപ്പെട്ടി പാഴിയാട്ടുമുറി നരസിംഹ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഭാഗവത പാരായണം നടത്തിയിരുന്നു. തെങ്കാശിയിൽ കോവിഡ് പടരുന്നതിലെ ആശങ്കയിൽ കൊല്ലം ജില്ല. ആര്യങ്കാവ് അതിർത്തിയോട് ചേർന്ന പുളിയൻകുടിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു. അതിർത്തി പൂർണ്ണമായും അടച്ച് മുഴുവൻ സമയ നിരീക്ഷണം ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം.
പുളിയൻകുടിയിൽ മാത്രം ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 50 പേർക്ക് സമൂഹ വ്യാപനം ആരംഭിച്ചതായി വിലയിരുത്തൽ. ഇവിടെ മരണവീട്ടിൽ പങ്കെടുത്ത് തിരികെ എത്തിയ കുളത്തൂപ്പുഴ സ്വദേശിക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതിർത്തി മേഖലയിൽ പരിശോധന കർശനമാക്കിയെന്ന് ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ. മദ്യവിതരണത്തിന് വെർച്വൽ ക്യൂ ഏർപ്പെടുത്താൻ ആലോചന. ഇതിനായി ഓൺലൈൻ ആപ്പ് സ്ഥാപിക്കും. ആപ്പ് വഴി അനുവദിക്കുന്ന സമയത്ത് അടുത്ത വിൽപ്പനശാലയിലെത്തി മദ്യം വാങ്ങാം. ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഡിജിപിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി. മദ്യഷോപ്പുകൾ തൽക്കാലം തുറക്കേണ്ടെന്ന സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച CPM. ഈ മാസം 17-ന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതിയെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ്. മദ്യക്കടകൾക്ക് മുന്നിലെ തിരക്കൊഴിവാക്കാൻ സംസ്ഥാനങ്ങൾ ഓൺലൈൻ വിൽപ്പന ആലോചിക്കണമെന്ന് സുപ്രീംകോടതി. വിവിധ സംസ്ഥാനങ്ങൾക്കായി ഉത്തരവിറക്കാൻ സുപ്രീംകോടതിക്ക് കഴിയില്ല. മദ്യം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് സംസ്ഥാനങ്ങൾ പരിഗണിക്കണമെന്നും കോടതി. കൊച്ചി മട്ടാഞ്ചേരിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ വ്യാജമദ്യവുമായി പിടിയിൽ. എറണാകുളം ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസുകാരൻ ഡിബിനാണ് അറസ്റ്റിലായത്. കേസിൽ പ്രതിചേർത്ത മറ്റൊരു പോലീസുകാരൻ ബേസിൽ ജോസിനായി എക്സൈസ് അന്വേഷണം തുടങ്ങി. പോലീസ് അസോസിയേഷന്റെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ബേസിൽ ജോസ്. ഇവരുടെ പക്കൽ നിന്ന് 14.5 ലിറ്റർ വ്യാജമദ്യവും 29 കുപ്പികളും എക്സൈസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം വ്യാജമദ്യം വിറ്റതിന് പിടിയിലായ വിഘ്നേഷിന് മദ്യം എത്തിച്ചു നൽകിയത് ബേസിൽ. സ്പിരിറ്റ് തവിടായി മാറിയ സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണത്തിന് എക്സൈസ് മന്ത്രിയുടെ നിർദ്ദേശം. കേസ് അട്ടിമറിച്ചെന്ന ആരോപണം എക്സൈസ് കമ്മീഷണർ അന്വേഷിക്കണമെന്ന് മന്ത്രി. എക്സൈസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട വണ്ടിയിൽ തവിടാണെന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. അങ്കമാലി എക്സൈസ് റേഞ്ച് ഓഫീസറെ വെട്ടിച്ച് സ്പിരിറ്റ് വണ്ടി കടന്നുകളഞ്ഞത് ഈ മാസം 4-ന്. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഈ മാസം 11-ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും 12-ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 56,000 കടന്നു. 24 മണിക്കൂറിനിടെ 3390 പുതിയ കേസുകൾ. മരിച്ചത് 103 പേർ. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 56,342 പേർക്ക്. മരണസംഖ്യ 1886. മെയ് 1 വെള്ളിയാഴ്ച കോവിഡ് ബാധിതരുടെ എണ്ണം 35,043. 7 ദിവസം കൊണ്ട് വർധന 21,000-ന് മുകളിൽ. മരണസംഖ്യ 1,147-ൽ നിന്ന് 1,886-ലെത്തി. ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് 3,390 പേർക്ക്. കോവിഡ് വ്യാപന തോത് ജൂൺ ജൂലൈ മാസത്തിൽ കുതിച്ചുയരുമെന്ന് എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ. ഇപ്പോഴത്തെ വ്യാപനം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്നും മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കോവിഡ് ബാധിതർ 17,974. ഒരാഴ്ച മുൻപ് മെയ് 1-ന് കോവിഡ് ബാധിതരുടെ എണ്ണം 10,498 ആയിരുന്നു. 7 ദിവസം കൊണ്ട് രോഗം സ്ഥിരീകരിച്ചത് 7,500 പേർക്ക്. മഹാരാഷ്ട്രയിലെ മരണം 459-ൽ നിന്ന് 694-ആയി ഉയർന്നു. മഹാരാഷ്ട്രയിലെ ആർദർ റോഡ് ജയിലിലെ 77 തടവുകാർക്കും 21 ജയിൽ ജീവനക്കാർക്കും കോവിഡ്. ആർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ്. ഇവരെ മുംബൈയിലെ സെന്റ് ജോർജ് ആശുപത്രിയിലും GT ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മഹാരാഷ്ട്രയിലെ കോവിഡ് രോഗബാധിതരിൽ 58% മുംബൈ നഗരത്തിൽ. മുംബൈയിൽ മാത്രം 10,527 പേർക്ക് രോഗം. 412 പേർ മരിച്ചു. ചേരി പ്രദേശമായ ധാരാവിയിൽ 783 രോഗബാധിതർ. മഹാരാഷ്ട്രയിൽ മെയ് അവസാനം വരെ ലോക്ഡൌൺ നീട്ടിയേക്കുമെന്ന സൂചന നൽകി മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ഉദ്ധവ് വീഡിയോ കോൺഫറൻസ് നടത്തി. മുംബൈയിലെ സ്ഥിതി ഗുരുതരമെന്നും മദ്യവിൽപ്പനശാലകൾ തുറക്കാനുള്ള നീക്കം ശരിയായില്ലെന്നും മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. കോവിഡ് ബാധിച്ച ആഗ്രയിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. പങ്കജ് കുലശ്രേഷ്ഠയാണ് മരിച്ചത്. ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹത്തെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ഉത്തർപ്രദേശിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് 62 പേർ. രോഗം സ്ഥിരീകരിച്ചത് 3,071 പേർക്ക്. ഗുജറാത്തിൽ രോഗബാധിതരുടെ എണ്ണം 7,012. മെയ് 1-ന് 4,351 ആയിരുന്നു വൈറസ് ബാധിതർ. മരണം 214-ൽ നിന്ന് 415-ആയി. ഡൽഹിയിൽ 7 ദിവസത്തിനിടെ 2,465 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെ രാജ്യതലസ്ഥാനത്തെ രോഗബാധിതർ 5,980. മരണം 65. മദ്യവിൽപ്പനയ്ക്ക് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തി ഡൽഹി സർക്കാർ. നടപടി കോവിഡ് പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിക്കുന്നതിന്റെ ഭാഗമായി. ഡൽഹിയിൽ തുറന്നത് 200 മദ്യശാലകൾ. തമിഴ്നാട്ടിൽ 5,000 കടന്ന കോവിഡ് കേസുകൾ. ഇന്നലെ മാത്രം 580 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികൾ 5,049. തമിഴ്നാട്ടിൽ ഒരാഴ്ച കൊണ്ട് 100%-ലേറെ വർധന. ഇതുവരെ മരിച്ചത് 37 പേർ.
പശ്ചിമബംഗാളിൽ കോവിഡ് ബാധിച്ചവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് മലയാളി നഴ്സുമാർ. കൊൽക്കത്തയിലെ തെഗോറിയയിലെ സ്പന്ദൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടേതാണ് പരാതി. ഇവർക്കൊപ്പമുള്ള ഒരു നഴ്സിന് കോവിഡ് പോസിറ്റീവ്. കേരളത്തിന്റെ രീതിയിലുള്ള കരുതൽ കോവിഡ് രോഗികളോട് ബംഗാളിലില്ലെന്ന് നഴ്സുമാർ. മരുന്ന് പോലും ലഭ്യമാക്കുന്നില്ലെന്ന് പരാതി. ഈ സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ സൌകര്യമൊരുക്കണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് നഴ്സുമാരുടെ കത്ത്. ഒരു നിമിഷം വൈകാതെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ രാജ്യം അതീവ ഗുരുതര പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് രാഹുൽ ഗാന്ധി എം പി. മൂന്നാം ലോക്ഡൌണിന്റെ പകുതി പിന്നിട്ടതോടെ ജനങ്ങൾ സമ്പൂർണ്ണ പാപ്പരായി. ചെറുകിട വ്യവസായങ്ങൾക്കും കർഷകർക്കും ഇപ്പോൾ തന്നെ പണമെത്തിച്ചില്ലെങ്കിൽ പിന്നീട് തിരിച്ചുവരവിന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും രാഹുൽ. റെഡ്, ഓറഞ്ച്, ഗ്രീൻ എന്ന് തിരിച്ച് സാമ്പത്തിക മേഖലയിലും നടപടികൾ സ്വീകരിക്കണമെന്ന് രാഹുൽ ഗാന്ധി. നിലവിൽ മേഖലകൾ തിരിച്ചിരിക്കുന്നത് കോവിഡ് വ്യാപന തോതനുസരിച്ചാണ്. സാമ്പത്തിക തകർച്ചയുടെ ആഴം നോക്കി മേഖലകൾ തിരിച്ച് നടപടി ഉണ്ടാകണമെന്നും രാഹുൽ. രാജ്യത്തെ 50% വീടുകളിലും അടിയന്തരമായി 7,500 രൂപ വീതം എത്തിക്കണമെന്ന് രാഹുൽ ഗാന്ധി. ഈ തുക രാജ്യത്തെ സംബന്ധിച്ച് വലിയ തുകയല്ല, പക്ഷേ ഓരോ കുടുംബത്തിനും നിലനിൽക്കാൻ കുറഞ്ഞത് ഇത്രയും തുകയെങ്കിലും ലഭിക്കണം. കോവിഡിനെ നേരിടാൻ ലോക്ഡൌൺ കൊണ്ട് മാത്രം കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ ട്രെയിൻ പാഞ്ഞുകയറി 17 തൊഴിലാളികൾ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് മധ്യപ്രദേശിലേക്ക് കാൽനടയായി പോവുകയായിരുന്ന അതിഥി തൊഴിലാളികൾ. രാത്രി മുഴുവൻ യാത്ര ചെയ്ത ശേഷം വിശ്രമിക്കാനായി ട്രാക്കിൽ കിടന്നപ്പോഴായിരുന്നു അപകടം. ഇവർക്ക് മുകളിലേക്ക് ഗുഡ്സ് ട്രെയിൻ പാഞ്ഞുകയറുകയായി. മരിച്ചവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു. ട്രെയിൻ ഗതാഗതമില്ലെന്ന് കരുതി ട്രാക്കിൽ കിടന്നുറങ്ങിയെന്നാണ് വിവരം. പുലർച്ചെ 6 മണിയോടെയായിരുന്നു ദുരന്തം. ഔറംഗാബാദിനും ജൽനയ്ക്കുമിടയിൽ കൽമാദ് എന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു അപകടം പുലർച്ചെ നടന്നതിനാൽ വിവരം പുറത്തറിയാൻ വൈകി. ഇക്കാര്യത്തിൽ രക്ഷാപ്രവർത്തനവും താമസിച്ചു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നടപടികൾ ഊർജിതമാക്കി. അപകടമുണ്ടായത് തൊഴിലാളികളുടെ യാത്ര 45 കിലോമീറ്റർ പിന്നിട്ട ശേഷം. അങ്ങേയറ്റം വേദനാജനകമായ സംഭവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് മോദി. റെയിൽവേ മന്ത്രിയുമായി സ്ഥിതി ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി. ദുരന്തത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ. ലോക്കോ പൈലറ്റിൽ നിന്ന് അനാസ്ഥയുണ്ടായിട്ടില്ല. തൊഴിലാളികൾ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് ട്രെയിൻ നിർത്താൻ ലോക്കോ പൈലറ്റ് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് റെയിൽവേ. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി പോലും കാൽനടയായി ഉത്തർപ്രദേശിലേക്ക് മടങ്ങരുതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തൊഴിലാളികളെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും യോഗി ആദിത്യനാഥ്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 39 ലക്ഷം കടന്നു. രോഗം ബാധിച്ച് ഇതുവരെ മരിച്ചത് 2,70,000-ലേറെ പേർ. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 13 ലക്ഷത്തിലേക്ക്. മരണസംഖ്യ 3/4 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ മരിച്ചത് 2,129 പേർ. അമേരിക്കൻ പ്രസിഡന്റിന്റെ പരിചാരകനും കോവിഡ് സ്ഥിരീകരിച്ചു. US നേവിയിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം. പരിചാരകന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ട്രംപിന് വീണ്ടും പരിശോധന നടത്തിയേക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങളിൽ അമേരിക്കയിൽ ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണം 3.25 കോടി കടന്നുവെന്ന റിപ്പോർട്ട്. 2 മാസം മുൻപ് 3.5% തൊഴിലില്ലായ്മ നിരക്ക് 15% വർദ്ധിച്ചുവെന്നും കണക്ക്. അമേരിക്കയിൽ ലോക്ഡൌൺ ഇളവുകൾ നൽകുന്നതിന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ നൽകിയ ശുപാർശകൾ തള്ളി വൈറ്റ് ഹൌസ്. ഇളവുകൾ നൽകുന്നത് 2ാം ഘട്ട വൈറസ് വ്യാപനത്തിനിടയാക്കുമെന്ന് വിലയിരുത്തി. ബ്രിട്ടനിൽ മരണനിരക്ക് 31,000-ലേക്ക്. വൈറസ് ബാധിതർ 2,07,000-ലേക്കും അടുക്കുന്നു. അടുത്തയാഴ്ചയോടെ ലോക്ഡൌൺ ഇളവുകൾ നൽകുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ. നിയന്ത്രണങ്ങളോടെ മാത്രമേ രാജ്യത്ത് ലോക്ഡൌൺ ഇളവുകൾ നൽകാനാകൂ എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. പ്രധാനമന്ത്രി ഞായറാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്യും. റഷ്യയിലെ രോഗബാധിതരുടെ എണ്ണം ഫ്രാൻസിനെയും ജർമ്മനിയെയും മറികടന്നു. 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 11,500 പേർക്ക്. യൂറോപ്പിലെ അടുത്ത വൈറസ് വ്യാപന കേന്ദ്രമായി റഷ്യ മാറിയേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരിൽ കോവിഡ് പടരുന്നു. 1000-ലേറെ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗബാധിതർ 500,000-ഉം മരണം 2,000-ഉം കടന്നു. കോവിഡ് കാലത്ത് വേർപിരിഞ്ഞ അമ്മയുടെ ആഭരണം കോവിഡ് പ്രതിരോധത്തിന് നൽകി മക്കൾ. കഴിഞ്ഞ മാസം അന്തരിച്ച അധ്യാപികയും സാഹിത്യകാരിയുമായിരുന്ന ധർമ്മടം പാലയാട് സ്വദേശിനി BV രുക്മിണിയുടെ സ്വർണ്ണമാല മക്കൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മക്കളായ അജയ്കുമാർ, അനുകൂൽ എന്നിവർ ചേർന്ന് മാല മുഖ്യമന്ത്രിയുടെ ധർമ്മടം മണ്ഡലം പ്രതിനിധി P. ബാലന് കൈമാറി.
കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി 5 ലക്ഷം മാസ്കുകൾ തയ്യാറാക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ പദ്ധതിക്ക് തുടക്കം. പദ്ധതിയുടെ അംബാസിഡർ നടൻ ഇന്ദ്രൻസ്. ക്യാമ്പയിൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ തിരുവനന്തപുരത്തെ യൂത്ത് കോർഡിനേറ്റർമാരും യൂത്ത് ആക്ഷൻ ഫോഴ്സ് അംഗങ്ങളും രക്തദാനം നടത്തി. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു രക്തദാനം. ചലച്ചിത്ര താരം സുരാജ് വെഞ്ഞാറമൂട് പങ്കെടുത്തു. വോളണ്ടിയർമാർ വിവിധ ജില്ലകളിൽ രക്തദാനം നടത്തി. കോവിഡ് പ്രതിരോധ നടപടിയുടെ ഭാഗമായി ധന്വന്തരി വൈദ്യശാല പോലീസ് സേനയ്ക്ക് ആയുർവേദ മരുന്ന് കിറ്റുകൾ വിതരണം ചെയ്തു. കിറ്റുകൾ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകി. സംസ്ഥാനതല ഉദ്ഘാടനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു. ട്രാവൽ ഫോർ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡും ധന്വന്തരി വൈദ്യശാലയുടെ ദേശീയ മാർക്കറ്റിംഗ് വിഭാഗം ഐവാസ് ബിസിനസ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്നാണ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ഐവാസ് എം ഡി അനിത സോജൻ, ജനറൽ മാനേജർ ജോക്സൺ ജോയ് എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. കണ്ണൂർ ഉളിക്കലിൽ ജനവാസ കേന്ദ്രത്തിൽ പുലിയിറങ്ങിയതായി സംശയിച്ച നാട്ടുകാർ. മണ്ടാപ്പറമ്പ് നാമല ഭാഗത്താണ് സംശയാസ്പദമായ കാൽപ്പാടുകൾ കണ്ടത്. പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധിച്ചു. കൊല്ലം ചടയമംഗലത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. അടൂർ സ്വദേശിയായ ലിസി സാമുവലാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് അടൂരിലേക്ക് പോയ കാറിലെ യാത്രക്കാരിയായിരുന്നു. ടെസ്റ്റിനിറങ്ങിയ KSRTC ബസുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.